ഡോക്ടർ എൽസി ഉമ്മൻ ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മൾ തുടർച്ചയായി നൽകുന്ന വാർത്തകൾ അത് പുതിയ കാലഘട്ടമാണ്. നമ്മുടെ സംവിധാനങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ ഇതെല്ലാം മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായും ജീവിത നിലവാരം ഉയരും, അങ്ങനെ കുറ്റകൃത്യങ്ങൾ കുറയും. അതാണ് പൊതുവിൽ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം പുറത്തു വരുന്ന വാർത്ത ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ഏറ്റവും അടുത്ത ബന്ധുവിനെ കൊല ചെയ്യാൻ ആസൂത്രണം ചെയ്യുന്നു. ആ പെൺകുട്ടി ഉൾപ്പെടെ ലഹരിക്ക് അടിമയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആ പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലവും പരിശോധിക്കേണ്ടതാണ്. അത് ഒരു കൃത്യമായ പേരൻറ്റിംഗ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരിടത്ത് MDMA, അത് അമ്മയും മകനും മകൻ്റെ പെൺസുഹൃത്തും ആണ് ഈ MDMA കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ അവിടെ DYFI നേതാവാണ് രാസലഹരിയുമായി പിടിയിലാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത നിലവാരം മാറുമ്പോഴും മനോനില ഈ തരത്തിൽ മാറിപ്പോകുന്നത്? ഇതിന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം കൂടുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു കുറഞ്ഞ ശതമാനമെങ്കിലും സാമൂഹ്യ വിരുദ്ധത മനസ്സിൽ പേറുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ മാനസികാവസ്ഥ വെച്ച് അവര് സ്വാഭാവികമായിട്ടും ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാഹചര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ സാമൂഹ്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നതിന് അത് ഉപയോഗിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. ഉദാഹരണത്തിന് ഒരു കൊലയാളി എങ്ങനെ കൊല ചെയ്യാം, എങ്ങനെ തെളിവിനെ നശിപ്പിക്കാം, ഇത്തരത്തിലായിരിക്കും ഒരു പക്ഷേ ഈ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം പ്രശ്നങ്ങളില്ലാത്ത ഒരു കുട്ടി അവന്റെ ഉന്നമനത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ നമ്മൾ വളരെയധികം ജാഗരൂകരായി ഇരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് പൊതുവെ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് ഉതകുമെങ്കിലും കുറഞ്ഞ ശതമാനമെങ്കിലും ആൾക്കാർ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ചൂഷണം ചെയ്യാനും അത് അവരുടെ അനാവശ്യ പ്രവർത്തനങ്ങൾക്ക്, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, സമൂഹത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ ചോദിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ കുട്ടികളിലും വർദ്ധിക്കുന്നു, അത് നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് ഒരു റീസൺ എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. പല കാരണങ്ങൾ ഉൾപ്പെട്ടിട്ടാണ് ഒരു കുട്ടി ക്രൈം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ തരത്തിൽ സംഘം ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് വളർന്നു വന്ന സാഹചര്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഏത് തരത്തിലുള്ള എക്സ്പോഷർ ആണ് കുട്ടിക്ക് കുഞ്ഞിലെ മുതൽ ലഭിച്ചിരിക്കുന്നത്? ഈ തരത്തിലുള്ള ഒരു ആന്റി സോഷ്യൽ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ക്രൈം ആക്ടിവിറ്റിയിലും ഒക്കെയും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടുള്ള എക്സ്പോഷർ വളരെ കുഞ്ഞിലെ മുതൽ തന്നെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും ആ തരത്തിൽ അങ്ങോട്ടേക്ക് ചായാനും അവർ ആ തരത്തിൽ മോൾഡപ്പ് ചെയ്ത് വരാനുള്ളൊരു സാധ്യത ഏറെയാണ്. പിന്നെ കുടുംബ പശ്ചാത്തലം നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ളൊരു ഡിവോഴ്സോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസോ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങളോ സ്വഭാവ ദൂഷ്യങ്ങളോ ഒക്കെ മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ആ സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് പാരന്റിങ്ങിന്റെ അഭാവം, നല്ല രീതിയിലുള്ള പാരന്റിങ്ങിന്റെ അഭാവം മാത്രമല്ല സ്വഭാവ പെരുമാറ്റവും അല്ലെങ്കിൽ വൈകല്യങ്ങളും ഒക്കെയും നന്നേ ചെറുപ്പത്തിലെ തന്നെ അവർ എക്സ്പോസ്ഡ് ആയിട്ടാണ് വളരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും ഈ തരത്തിൽ ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ ലഹരിയുടെ ഒരു ഇൻവോൾവ്മെന്റ് നമ്മൾ തീർച്ചയായിട്ടും അത് അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെയും കുറച്ച് പ്രായമായതിനു ശേഷമായിരിക്കാം ലഹരിയിലോട്ട് എക്സ്പോസ് ചെയ്ത് വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. 10 വയസ്സിൽ കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു 8 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടു ലഹരി ഉപയോഗിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഒക്കെ. 6, 7, 8 ആ വയസ്സിലുള്ള കുട്ടികളും ആ തരത്തിൽ പോകുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡീവിയേറ്റഡ് ബിഹേവിയറൽ പാറ്റേൺസ് കാണാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. തീർച്ചയായും ഇവിടെ ഡോക്ടർ എൽസി ഉമ്മൻ, ഈ കരുവാറ്റ സംഭവത്തിലേക്ക് വന്നാൽ ഈ 13 വയസ്സുള്ള പെൺകുട്ടി, അവരുടെ ഒരു പശ്ചാത്തലം ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ ഐഡന്റിറ്റി പുറത്തു പോകേണ്ട എന്നതുകൊണ്ട് പരിമിതിയുണ്ട്. എങ്കിൽ പോലും അമ്മ കൃത്യമായി പെൺകുട്ടിയെ നോക്കിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. ഈ മരണപ്പെട്ട ആൾ മോശമായി ബിഹേവ് ചെയ്തു എന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷേ അതിലെ പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ്. അവരെല്ലാം ഈ സമാനമാകുന്ന തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു. ഇവർക്കെല്ലാം ഈ ക്രിമിനൽ മൈൻഡിലേക്ക് ഇവർ എത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ അക്യൂസേഷൻ, അതായത് മോശം രീതിയിൽ പെരുമാറി എന്നുള്ളത് എത്രമാത്രം അതിനകത്തിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് പറയുന്നതാണോ, തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണോ, അതൊക്കെയും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഒരു ഫാബ്രിക്കേറ്റഡ് ആകാനുള്ള സാധ്യതയും ഒക്കെ അതിനകത്തിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോ നമ്മൾ നിരപരാധി ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആ മരണപ്പെട്ട വ്യക്തിയെ കാണുന്നതും ശരിയല്ല.
അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മൾ ഈ ടോപ്പിക് എടുക്കുമ്പോൾ പോലും വളരെ ജാഗ്രതയോടെ വേണം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്ക് നമ്മുടെ അറിവിന് കുറച്ച് പരിമിതികളുമുണ്ട്. അപ്പോ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് എന്ന് അഡ്രസ് ചെയ്യുന്നതിനെക്കാട്ടിലുപരി ഈ തരത്തിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയും തന്നെ ശിഥിലമായ കുടുംബ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഒരു പേരന്റിന്റെയോ രണ്ട് പേരന്റിന്റെയോ സാന്നിധ്യമില്ലായ്മ, ഇതര വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന മാതാപിതാക്കള്, ലഹരിക്ക് അടിമയായിട്ടുള്ള മാതാപിതാക്കള്, വ്യക്തിത്വ വൈകല്യങ്ങളുള്ള മാതാപിതാക്കള്, ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപഴകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലമുള്ളവർ, ഇതിനൊക്കെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ജനിതകമായിട്ടുള്ള ലോഡിംഗ് ആണ്. കുറഞ്ഞ ശതമാനം കുട്ടികളിലും ഈവൻ മുതിർന്നവരിലും അവർക്ക് ജനിതകമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള വ്യഗ്രത സ്വാഭാവികമായിട്ട് അവരുടെ തലച്ചോറ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും പാരമ്പര്യമായിട്ട് തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് അത്തരം ചരിത്രം ഉണ്ടെങ്കിലും അങ്ങനെയുള്ള കുട്ടികളും നന്നേ ചെറുതിലെ മുതലേ കോണ്ടാക്ട് ഇഷ്യൂസ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വീട്ടിൽ നിന്നും പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ സ്വർണം ഏതെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുക, മൊബൈൽ അടുത്ത വീട്ടിൽ നിന്നും മോഷ്ടിക്കുക, അല്ലെങ്കിൽ ചെറുതിലെ തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ, അതായത് വളഞ്ഞ വഴിയിൽ ചെറുതിലെ ഒരു കുട്ടിയെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് പലപ്പോഴും ഗ്യാങ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കി ഒരു സുഖലോലുപതയുള്ള ഒരു ജീവിതം നയിക്കുക എന്നൊക്കെ ഈ കുഞ്ഞിലെ തന്നെ ആ തരത്തിൽ സ്വപ്നം കണ്ട് വിധേനയും പൈസ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയൊക്കെ കാണിച്ച് അത് തിരിഞ്ഞു പോകുന്ന മാർഗത്തിലൂടെ, വളഞ്ഞ മാർഗത്തിലൂടെ, ഇപ്പൊ മോഷണമാണെങ്കിൽ മോഷണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വിപണനമാണെങ്കിൽ ആ തരത്തിൽ അങ്ങനെയൊക്കെയും പൈസ ഉണ്ടാക്കാനും ഒക്കെ ആ കോണ്ടാക്ട് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ പോകാറുണ്ട്. അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളിലും ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ തരത്തിൽ ഇത്തരം റിസ്ക് അസസ്മെന്റ് ആണ് ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ റിസ്ക് ഉള്ള കുട്ടികളെ, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വരുന്ന കുട്ടികൾ, കോണ്ടാക്ട് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭാവിയിൽ റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് റബിൻ ഗ്രാലൻ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് റബിൻ ഗ്രാലൻ, ഇവിടെ ഡോക്ടർ എൽസി ഉമ്മൻ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു 50%-ലേറെയും നമുക്ക് ഈ ഒരു ജനിതക ലോഡിംഗ് എന്ന് തന്നെ പറയാം. നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകും എന്നതിൽ തർക്കമൊന്നുമില്ല. അപ്പോഴും നമ്മുടെ പഠന വ്യവസ്ഥകളിൽ ഉൾപ്പെടെ ചില മാറ്റങ്ങൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വരുത്തേണ്ട ഒരു സമയം ആണ്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ, ഇന്നിപ്പോൾ ഈ സിലബസുകളിൽ നിന്ന് ഈ ധാർമ്മികമായ ഉത്തരവാദിത്വമൊക്കെ എടുത്തു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ഈ കുട്ടികൾ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു, അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ വഴിമാറ്റി നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി വർദ്ധിക്കുകയാണ്. യെസ്, അഡ്വക്കേറ്റ് റബിനിലേക്ക് ഞാൻ വരാം. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ ഇതാ മറ്റൊരു വിഷയമുണ്ടായത്. താങ്കൾ ഈ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഭർത്താവ് ഭാര്യയുടെ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റിന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. അത് അത്ര പുതുമയുള്ള ഒന്നല്ല. പക്ഷേ ഇവിടെ ഇതാ ഈ ഭാര്യയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ്. ആ കുട്ടിയുടെ ദൃശ്യങ്ങളടക്കം പോലും ഇയാൾ പകർത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നിലവിൽ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ഈ വിഷയം സംസാരിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ളവർ നമുക്ക് സമൂഹത്തിലുണ്ട്. ചില ആപ്സ് ഉണ്ട്, ഡേറ്റിംഗ് ആപ്സും. അത്തരം ഉള്ള ആപ്സിൽ ഭാര്യ ഭർത്താക്കൾ മാത്രമല്ല, ഈ കപ്പിൾസ് ഉണ്ടല്ലോ, ഇപ്പം ലിവിങ് റിലേഷൻഷിപ്പ് ഉള്ളവരും അല്ലാതെ പ്രണയത്തിലായവരും ഒക്കെയും തന്നെ ഞാൻ പലപ്പോഴും ഒരു പലപ്പോഴും എന്ന് പറയുന്നില്ല, 2-3 കേസസ് അത്തരം കണ്ടിട്ടുണ്ട്. ഇത്തരം ഫോട്ടോസും അല്ലെങ്കിൽ നഗ്ന വീഡിയോസും ഒക്കെയും അവർ അപ്ലോഡ് ചെയ്ത് അത് പലരിലേക്ക് ഷെയർ ചെയ്തു പോകും. ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ മനോവൈകൃതം തന്നെയാണ്. അതിനകത്തിൽ എന്താ ഇത്ര സംശയം? കാരണം സ്വന്തമോ ബന്ധമോ അല്ലെങ്കിൽ കുട്ടിയാണെന്നോ അല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളിയാണെന്നോ അല്ലെങ്കിൽ അതിനകത്തിലെ ഒരു നൈതികതയോ ധാർമ്മികതയോ ഒന്നും തന്നെ കണക്കിടാതെ ഇത്തരത്തിലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ആപ്സിലൊക്കെ അപ്ലോഡ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു മനോവൈകൃതം തന്നെയാണ്. അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു പ്ലഷർ, അതാണ് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അത് തന്നെയല്ല ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടവും കാണണം. അപ്പോ ഈ തരത്തിൽ ആ വൈകൃത സ്വഭാവമുള്ളവർക്ക് അവര് ഒരിക്കലും, അതായത് ഒരു പിഡോഫിൽ ആയിട്ടുള്ള ഒരാള്
അവരൊരിക്കലും തന്റെ സ്വന്തം കുട്ടിയാണെന്നോ അയലോക്കത്തെ കുട്ടിയാണെന്നോ അവർ നോക്കത്തില്ല. അവർക്ക് കുട്ടിയോടാണ് അവർക്ക് ആ ഒരു അടങ്ങാത്ത ആവേശം, ആ തരത്തിലേ അവർ ചെയ്യുള്ളൂ. ഈവൻ കുട്ടികളുടെ ആണെങ്കിൽ പോലും നഗ്നചിത്രം അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പീഡോഫിലിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ വരും. അപ്പോൾ ആ തരത്തിൽ മനോവൈകൃതം ഉള്ള ആളുകൾക്ക് അവരുടെ തലച്ചോറ് പോലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവര് ശരി, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകൾ ഉൾപ്പെടെ ഇതിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ടോ? കാരണം ഈ സ്വകാര്യത എന്നത് ഇപ്പോൾ ആർക്കും ബാധകമല്ലാതെയാകുന്നു എന്ന് തോന്നുന്നു. താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ കുടുംബ ബന്ധങ്ങൾ, ഇപ്പോൾ ഭാര്യ ഭർത്താവിന്റെ ബന്ധങ്ങൾ, അതിലെ തന്നെ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കുക, കൂടുതൽ ആളുകൾ കാണുക, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ പലപ്പോഴും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആവട്ടെ, അല്ലെങ്കിൽ ഒരു സെൽഫി ആവട്ടെ, പലപ്പോഴും ആളുകൾ അതിന്റെ പുറകെ നോക്കി എത്ര ലൈക്സ് കിട്ടി, എത്ര കമന്റ്സ് കിട്ടി, എത്ര പേര് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അതല്ലാതെ നമ്മുടെ ഒരു നല്ല നിമിഷം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എത്ര പേര് അതിനെ കണ്ടു, എത്ര പേര് പോസിറ്റീവായിട്ട് കമന്റ് ചെയ്തു, അതിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്, അതിൽ നിന്നും കിട്ടുന്ന ഒരു താൽക്കാലിക സന്തോഷം, ഒരു നൈമിഷികമായിട്ടുള്ള സന്തോഷം, ഇത് പലർക്കും ഇതൊരു റിവാർഡാണ്. അതായത് മദ്യം കഴിച്ചിട്ട് കിട്ടുന്ന റിവാർഡ് പോലെ തന്നെ ഇതൊക്കെയും ഒരു അഡിക്ഷനിലേക്ക് പോകുന്നതിന്റെ കാരണവും ഇതാണ്. ഇതൊക്കെ ബിഹേവിയർ അഡിക്ഷൻ പാറ്റേണിലേക്ക് പോകുന്നതിന്റെ കാരണം ഇത് ഫുൾ ടൈം ഇതിൽ ബ്രൗസ് ചെയ്ത് ആ തരത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴത്തെ ഒരു സന്തോഷാവസ്ഥ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയുടെ പങ്ക് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണേണ്ടതാണ്. കാരണം പണ്ട് കാലത്ത് ഈ സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രവണതയ്ക്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോമും അവൈലബിൾ ആണ്. അവരത് അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് നല്ലതായിട്ടും മോശമായിട്ടും അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.